അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബനൂ ഇസ്രായേലിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു ഓരോ കാര്യങ്ങൾ എടുത്തു പറയാണ്. എന്താണ് നമുക്ക് അതിലുള്ള പാഠങ്ങൾ? സൂറ ബഖറയിലെ 40-ാമത്തെ ആയത്തിൽ 3 കാര്യങ്ങളാണ് ബനൂ ഇസ്രായേലിനോട് അള്ളാഹു പറയുന്നത്. ആദ്യം പറയുന്നുണ്ട്, എൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഒരുപാട് അനുഗ്രഹം ലഭിച്ചവരാണവർ. അത് നമ്മളിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു കൈ മുറിയുമ്പോഴാണ് ഇതുവരെ ഈ വേദന ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള ഓർമ്മ നമുക്ക് വരുന്നത്. അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടൽ വരുമ്പോഴാണ് ഇതുവരെ നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് ശ്വസിച്ചത് എന്നുള്ള ആ ഒരു ബോധം നമുക്ക് വരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ദുആ തുടങ്ങും, യാ അല്ലാ എൻ്റെ അസുഖം നീ മാറ്റിത്തരണേ. അതുവരെ നമുക്കങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, ആ അനുഗ്രഹം ഉള്ളപ്പോൾ തന്നെ അത് കാണാനുള്ള കണ്ണ് നമുക്കുണ്ടായിരിക്കണം. അത് കാണാനുള്ള കണ്ണ് ഉണ്ടായിരിക്കുകയും ആ അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി നമ്മൾ നിരന്തരം ചോദിക്കുകയും വേണം. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ അനുഗ്രഹത്തെ കാണാനുള്ള കണ്ണ് എന്ന് പറയുന്നത് അതവൻ്റെ അറിവിൽ നിന്നാണ് വരുന്നത്. ആരാണ് റബ്ബ്, എന്തൊക്കെ അവൻ എനിക്ക് തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് എൻ്റെ ലിമിറ്റേഷൻ, ഇതൊക്കെ അറിവിൽ നിന്ന് വരുമ്പോഴാണ് ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന്, നിഅമത്താണ് എന്ന് അവന് മനസ്സിലാവുന്നത്. ആ നിഅമത്തുകൾ നമ്മൾ മതിമറക്കുമ്പോൾ നമ്മൾ റബ്ബിനെ മറന്നു പോകും. അങ്ങനെ ഒരു മറവിയാണ് ബനൂ ഇസ്രായേലിൽ വന്നത്. അവരതിൽ അഹങ്കരിക്കാൻ തുടങ്ങി. നമ്മളും ചെയ്തു പോകുന്ന കാര്യമാണ്. നമ്മൾ നല്ല ഹെൽത്തി ആയിരിക്കുമ്പോൾ നമ്മൾ ഫിറ്റാണെന്ന് വിചാരിക്കും. പക്ഷേ ഒരു അസുഖം വരുമ്പോഴാണ് മനസ്സിലാവുന്നത് എപ്പോൾ വേണമെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നീങ്ങിപ്പോവാം. അത് ഏതൊരു സാഹചര്യത്തിലും ഏതൊരു കാര്യത്തിലും നമ്മൾക്കത് ബോധം ഉണ്ടായിരിക്കണം. അതാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് എപ്പോഴും ഓർമ്മയുള്ളവനാവണം വിശ്വാസി. ഓർമ്മ മാത്രം പോരാ, വീണ്ടും വീണ്ടും ചോദിക്കണം, നന്ദി പ്രകടിപ്പിക്കുന്നവനാവണം. അങ്ങനെയാണ് ഒരു മനുഷ്യൻ നല്ല ക്വാളിറ്റിയുള്ളൊരു മനുഷ്യനായിട്ട് മാറുന്നത്. രണ്ടാമത് അള്ളാഹു പറയാണ്, അള്ളാഹും നമ്മളും തമ്മിൽ അടിമ ഉടമ ബന്ധമാണ്. അപ്പോൾ അടിമ എപ്പോഴും ഉടമയിലേക്കാണ് നോക്കേണ്ടത്. അവനനുസരിക്കാനാണ് മാക്സിമം പരിശ്രമിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ബന്ധത്തെക്കുറിച്ച് എപ്പോഴും അവൻ ഓർക്കണം. ആ കരാറിനെക്കുറിച്ചും അത് തെറ്റിപ്പോകുന്നുണ്ടോ എന്നുള്ള സ്വയം ഒരു അനലൈസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല രീതിയിലും വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ളവനാണ് മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യൻ എപ്പോഴും ആ ഉടമയെ ഓർക്കണം, ആ ഉടമയിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നാണ് അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുവെന്നാണ്. പക്ഷേ ഇപ്പോൾ ഞാനും നിങ്ങളും പല കാര്യങ്ങളെയാണ് ഭയപ്പെടുന്നത്. നാളെ എന്ത് സംഭവിക്കും? ചിലപ്പോൾ രോഗത്തെക്കുറിച്ചാവാം, ചിലപ്പോൾ നമ്മൾ ഒരു എക്സാമിനെ കുറിച്ചാവാം, അല്ലെങ്കിലോ മക്കളുടെ ഭാവിയെക്കുറിച്ചാവാം. പലതരത്തിലുള്ള ഭയങ്ങളാണ് നമ്മളെ പിടികൂടുന്നത്. സാമ്പത്തിക രംഗമാവാം. പക്ഷെ അള്ളാഹു പറയുന്ന എന്താണ്? എന്നെ മാത്രം ഭയപ്പെടുവേൻ. അതായത് ബാക്കിയെല്ലാം അള്ളാഹുവിൽ തവക്കൽ ചെയ്ത് നമ്മൾ പരിശ്രമിക്കുക, അള്ളാഹുവിനെ ഭയപ്പെടുന്ന രീതിയിൽ ജീവിക്കുക. പക്ഷെ നമ്മളൊക്കെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ഭയം അവിടെ മാറ്റിവെച്ച് മറ്റ് മെറ്റീരിയൽസായ ദുനിയാവിലുള്ള പല കാര്യങ്ങളിൽ നമ്മൾ ഭയന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുമൂലം നമ്മൾ രോഗിയായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ മരിച്ചു പോകുമോ എന്നുള്ള ഭയം, എൻ്റെ മക്കൾ നാളെ എന്ത് ചെയ്യുമെന്നുള്ള ഭയം, ചെറിയ ചെറിയ കുഞ്ഞു ഭയങ്ങൾ പോലും നമ്മുടെ ഉള്ളിൽ ടെൻഷനുകളായി മാറി നമ്മൾ രോഗികളായി മാറുന്നുണ്ട്. അപ്പോൾ ഈ ആയത്ത് നമ്മളെ പഠിപ്പിച്ചതിന് ഏറ്റവും വലിയ പാഠം, ഭയത്തെ അതിജീവിക്കണമെങ്കിൽ, നിങ്ങളുടെ മനസ്സ് ശാന്തമാവണമെങ്കിൽ ആ റബ്ബിലേക്ക് തിരിയണം, അവൻ്റെ അനുഗ്രഹങ്ങളെ ഓർക്കണം, അവനെ മാത്രമേ ഞാൻ ഭയപ്പെടൂ എന്നുള്ള ദൃഢവിശ്വാസത്തിൽ അടിയുറക്കണം. നിങ്ങൾക്കും എനിക്കും അല്ലാഹു അത് എളുപ്പമാക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.